അപസ്മാരം താക്കോൽ കൊടുത്താൽ അതിൽ ഒരു കാര്യമില്ല. അതായത് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒക്കെ ഉണ്ടാവുന്ന തലച്ചോറിനുള്ളിലാണ്. ഇപ്പോൾ പണ്ടെപ്പോഴെങ്കിലും ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലേ, അത് നമുക്ക് ഒരു താക്കോലൊക്കെ കൊടുത്താൽ അത് കൂടെ ഇലക്ട്രിക്കൽ പോകുന്നുള്ള തോന്നലായിരിക്കാം. പക്ഷെ അതങ്ങനെ ഇതും പുറത്തേക്ക് നമുക്ക് അറിയൊന്നുമില്ല. ഇത് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസാണ്. അത് ചെറിയ മൈക്രോ വോൾട്ട്, അതിൽ താക്കോൽ കൊടുത്തുകൊണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു മെച്ചമൊന്നുമില്ല. നമുക്ക് ഒരാൾക്ക് അപസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ആകെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ. അയാൾക്കൊരു ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഉണ്ടാവുന്ന സ്ഥിതിയാണോ നോക്കുക. അപ്പോൾ ഒരു കൂർപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ അടുത്താണോ, അല്ലെങ്കിൽ അയാൾ വീണാൽ എന്തെങ്കിലും പറ്റുന്ന സ്ഥലത്താണോ, അതുണ്ടെങ്കിൽ അതൊന്നും ഒന്ന് ഒഴിവാക്കുക. പിന്നെ ശ്വാസത്തിന് കിട്ടാത്ത മാതിരി ടൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ അയാൾ മലന്ന് വീഴുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെരിച്ച് കിടത്തണം. ഇപ്പോൾ ഈ ഉമിനീര് ഇറക്കാനോ അല്ലെങ്കിൽ ഈ വായിലൊക്കെ ഇങ്ങനെ ചില ഈ പത പോലെയൊക്കെ ഉണ്ടാവും അപസ്മാരത്തിൻ്റെ നേരത്തെ. ഈ ഉമിനീര് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പത പോലെ വരും. പിന്നെ ശ്വാസവും നേരെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ അവരെ ഒന്ന് ചെരിച്ച് കിടത്തുക. അങ്ങനെയുള്ളവർ ഓരോന്ന് ചെരിച്ച് കിടത്താൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ 5 മിനിറ്റിലേറെ നിൽക്കുന്ന അപസ്മാരമാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. 5 മിനിറ്റിൽ കുറവാണെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുത്തിട്ട് കുറച്ചുകൂടി സമയം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.